0, 1. Let's get started. Hey guys, welcome back to a new video. അപ്പം 2 ദിവസമായിട്ട് ഇച്ചിരി പരിപാടിയായിരുന്നു. കുറച്ച് സാധനങ്ങൾ എറണാകുളത്തോട്ടൊക്കെ കൊണ്ടുപോകാനായിട്ടൊക്കെ ആയിട്ട് നമ്മുടെ റൂം ഒന്ന് ജസ്റ്റ് എല്ലാം ഒന്ന് മാറ്റി അങ്ങനെ ഇന്ന് എറണാകുളം പോവും. അവിടെ കുറച്ച് സാധനം അനിയനെ റൂം എടുത്തിട്ടുണ്ട്, അവിടെ ജോലിയാണ്. അപ്പോൾ അങ്ങോട്ടുള്ള സാധനങ്ങളെല്ലാം എടുക്കാനായിട്ടും മാറ്റാനായിട്ടും 2 ദിവസമായിട്ട് ഫുള്ള് പരിപാടിയെല്ലാമായിരുന്നു. ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടായിരുന്നു, എടുത്ത് വെച്ചതുണ്ടോ കട്ടിലും മെത്തയും സംഭവങ്ങളെല്ലാം എടുത്ത് ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് വിളയെടുക്കാൻ പോവുകയാണ് സാർ. കൃഷി വിള നോക്കി ഇതാണ്. ഇതെന്താ സാധനമൊന്നും എനിക്കറിയില്ല, എന്താണേലും നമുക്ക് നോക്കാം. യെസ്, ഇതാണ് ആ സാധനം. എന്ത് തോരൻ വെക്കാനൊക്കെ നല്ലതെന്നാണ് പറഞ്ഞത്. അപ്പം ഈ സാധനമെല്ലാം പ്ലക്ക് ചെയ്ത് എടുക്കണം. ഏകദേശം ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട്. നോക്കട്ടെ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടോ. അങ്ങനെ നമ്മൾ ഇത്രയും സാധനം പറിച്ചെടുത്തു. ഇനി അടുത്തതാണ് നമ്മുടെ ബജ്ജി മുളക്. തൊട്ടപ്പുഴ പോകുന്നു. 1, 2. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മൾ ഇപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി അപ്പുറത്തും ഉണ്ട് 2 അതുകൂടി എടുത്തിട്ട് കാണിച്ച വെച്ചതല്ല, അപ്പൻ വെച്ചതാണ്. ഇതിൻ്റെ വിത്ത് കൊണ്ടുവന്ന് ഞാൻ കേട്ടോ. 1. അങ്ങനെ നമ്മൾ ഇത്രയും വീണ്ടും അടുക്കളയിലേക്ക് വൈകിട്ട് ഫ്രൈ ചെയ്യാൻ വെച്ചേക്കുന്ന കിട്ടുമെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇവിടെ ഉച്ചയ്ക്ക് 1 മണിയായി. ബട്ട് ചപ്പാത്തി ആൻഡ് എഗ് റോസ്റ്റ്, അല്ല മുട്ട പൊരിച്ചത്. ഷോ നമ്മൾ ചപ്പാത്തി ചുടുന്നു. അപ്പം കഴിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഫുഡ്. സൂപ്പ് ആൻഡ് ചപ്പാത്തിയും ഓംലെറ്റ്. കൊള്ളാം, നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം കഴിക്കട്ടെ. അങ്ങനെ ഫുഡ് കഴിച്ചു. നമ്മുടെ കൃഷി ഫുള്ള് കഴിഞ്ഞില്ല, ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു, വഴുതന. അപ്പോൾ അത് ഇപ്പോൾ കാണിച്ചാൽ
യെസ്, അങ്ങനെ വഴുതന മുഴുവൻ അളിഞ്ഞു പോയിട്ടുണ്ട്. ക്ഷമിക്കൂ ഗൈസ്, വഴുതന മുഴുവൻ അയ്യോ ഇല്ല, വഴുതന നമ്മളെ പറ്റിച്ചു. മഴയത്ത് വഴുതന മുഴുവൻ അളിഞ്ഞു പോയി. ഈ ഇലയ്ക്ക് നല്ല മല്ലിയുടെ സ്മെല്ലാണ്. ഞാൻ പൊതുവെ യൂസ് ചെയ്യുന്ന ഇതാണ്. ഇപ്പം മഴയാണ്ട് നല്ലപോലെ തഴച്ചു വളരുന്നുണ്ട്. അങ്ങനെ വെളിയിലെ കാര്യങ്ങളെല്ലാം ഒതുക്കി ഇനിയും അനിയന് വേണ്ട ഡ്രസ്സും സാധനങ്ങളും എല്ലാം റെഡിയാക്കണം. അടുക്കെല്ലാം പറക്കി ഇതിനകത്താക്കി വൈകിട്ട് വണ്ടി വരും. വണ്ടി കയറ്റിക്കൊണ്ട് പോയി എറണാകുളത്ത് കാക്കനാട് കൊണ്ടു കൊടുക്കണം. എന്നിട്ട് രാത്രി തിരിച്ച് പോരണം. അപ്പോൾ പണിയിലേക്ക് തുറക്കട്ടെ. അവൻ്റെ എല്ലാം ഒതുക്കി ഇനിയും പാത്രങ്ങൾ, സ്പൂണ്, അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടുത്തെ വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് വിരിക്കട്ടെ. ഓക്കെ, ജസ്റ്റ് അകത്ത് കയറിയപ്പോഴത്തേന് അടുത്ത മഴയായി. നല്ല മഴയാണ്, നല്ല കാറ്റും നല്ല അടിപൊളി മഴയും. എനിക്ക് അലമാരി അടയുന്നില്ലായിരുന്നു. അപ്പം വേറൊരു അലമാരിയുടെ അടപ്പെടുത്ത് ഈ സാധനം അവത്തിലോട്ട് ഫിറ്റ് ചെയ്ത് അതിൻ്റെ ഹാൻഡിൽ ലോക്കും സംഭവങ്ങളും എല്ലാം കൂടെ അവത്തലാക്കണം. കുറച്ച് ടാസ്ക് ഉണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഈ ടൂൾസൊക്കെ ഇട്ട് പിടിച്ച് വേണം സംഭവം ചെയ്യാൻ. പെട്ടോ ഗോയ്സ്? എടുത്തില്ല. അങ്ങനെ സക്സസ്ഫുള്ളി നമ്മൾ അതെടുത്തിരിക്കുന്നു. ഇനിയും ഇത് അങ്ങനെ ഞങ്ങൾ സക്സസ്ഫുള്ളി അലമാരി പൂർത്തിയാക്കി. അത്ര സീനേ ഉള്ളൂ. നേരത്തെ അടയത്തില്ലായിരുന്നു, ഇങ്ങനെ നിൽക്കത്തേ ഉള്ളായിരുന്നു. ഇപ്പം പുഷ് ലോക്ക് സെറ്റ്. അപ്പം അത് റെഡി. സാധനങ്ങളെല്ലാം ഒതുക്കി എല്ലാം ലെവലാക്കി. ഇനി വണ്ടി വരണം, വണ്ടി കയറണം, അടുക്കിയെല്ലാം ഒതുക്കണം. എന്നിട്ട് സ്ട്രെയിറ്റ് ടു കാക്കനാട്. അങ്ങനെ പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഇതിനകത്ത് കയറ്റണം. ഓക്കെ, അങ്ങനെ സാധനം ഫുള്ള് കയറ്റി. ഇനിയും റെഡിയാണ്, കുളിക്കണം. സോ അങ്ങനെ നമ്മൾ എല്ലാവരും കുളിയും കഴിഞ്ഞ് റെഡിയായി. അപ്പോൾ സ്ട്രെയിറ്റ് ടു കാക്കനാട്. അല്ലല്ല, ഞാനാണെങ്കിൽ സോജിച്ചെടുത്തു പോയത്.
റൂം കാണാം. ഇതിന് കേട്ടിട്ടില്ല, കുഴപ്പമില്ല. നമ്മൾ അലൻ്റെ വീട്ടിലെത്തിയിരിക്കുന്നു. ഇനി സാധനമെല്ലാം പറക്കി ഇതിനകത്ത് അടിക്കണം. കുറച്ച് ടാസ്ക് ഉണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നു സാധനമെല്ലാം ഇറക്കിയിട്ട്. ഓക്കെ, അങ്ങനെ ഗൈസ് രാത്രി 2:45. അങ്ങനെ അവിടുത്തെ എല്ലാ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു വീട്ടിൽ വന്നു. ഇനിയും ഗോയിങ് സ്ട്രെയിറ്റ് ടു സ്ലീപ്പ്. അപ്പം ബൈ ബൈ, ഗുഡ് നൈറ്റ്.